ഹലോ, ഗുഡ് മോർണിംഗ്. ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇടയ്ക്ക് ഒരല്പ സമയക്കുറവും ചില പ്രത്യേക കാരണങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമയക്കുറവും ചില പ്രത്യേക സാഹചര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. ഞാൻ ഇന്ന് മറ്റൊന്നുമല്ല പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മണി പ്ലാന്റുകളാണ്. ഇത് നമ്മൾ കോമണായിട്ട് വളർത്തുന്ന മണി പ്ലാന്റാണ് ഇല്ലേ. എൻ്റെ കയ്യിലൊരു 4-5 തരം മണി പ്ലാന്റുകളുണ്ട്. ഇത് ഗേറ്റിൽ പടർത്തിയിരിക്കുകയാണ്. ഇതൊരു കോമൺ മണി പ്ലാന്റാണ്. പക്ഷേ എങ്കിൽ പോലും വേനൽക്കാലത്ത് മണി പ്ലാന്റുകൾക്കൊരു പ്രത്യേക പരിചരണം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മണി പ്ലാന്റുകൾ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഹാങ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റുകളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ മണി പ്ലാന്റുകൾ ചട്ടിയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ മണി പ്ലാന്റുകൾക്ക് അധികം വെള്ളം വേണ്ട എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ വേനൽക്കാലത്ത് നമ്മുടെ മണി പ്ലാന്റുകളെല്ലാം ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ഞാനൊരു കുപ്പിയിൽ വെച്ചിരിക്കുകയാണ്. എന്നും വെള്ളമൊഴിക്കുന്നുണ്ട്. വെള്ളം നല്ലോണം എന്നും ഒഴിക്കുന്നുണ്ട്. എന്നിട്ടും മണി പ്ലാന്റുകൾ കരിഞ്ഞു പോകുന്നു. നമ്മുടെ കയ്യിൽ കുറേ മണി പ്ലാന്റുകൾ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മറത്തുള്ളതാണ്. സിറ്റ് ഔട്ടിലാണ്. കുറേ എണ്ണം ഹാങ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടോ. ഇവയെല്ലാം ഹാങ് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റുകളാണ്. ഇതിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം, മണി പ്ലാന്റുകളുടെ ഇലകളെല്ലാം കരിഞ്ഞു പോകുന്നു പെട്ടെന്ന്. ഇതാ ഇങ്ങനെ ഈ ഹാങ് ചെയ്തിരുന്നതാണ്. ഇതെല്ലാം കരിഞ്ഞു പോകുന്നു. അതിന് കാരണം വേനലിലെ ചൂട് താങ്ങാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ മണി പ്ലാന്റുകൾക്ക് ധാരാളം വെള്ളമൊഴിക്കുക. ഇത് മറ്റൊരു മണി പ്ലാന്റാണ്. ഇത് ഞാൻ നല്ലവണ്ണം എന്നും വെള്ളമൊഴിച്ച് സംരക്ഷിക്കുകയാണ്. കൂടാതെ ഇലകൾ നല്ല ഗ്ലേസിയാണ്. ഇതിനെ ഞാൻ കഴുകാറുണ്ട്. മാക്സിമം ഇലകളെ ഇങ്ങനെ കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഗ്ലേസി ആയിരിക്കും. ഓക്കെ, ബാക്കി എൻ്റെ കയ്യിലുള്ള സാധാരണ മണി പ്ലാന്റുകൾ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത് തന്നെ. ഞാൻ ഇന്നൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കരിഞ്ഞു പോകുന്ന ഇലകൾ കാരണം പഴുത്തു പോകുന്നു കുറേ ഇലകൾ. അപ്പോൾ എൻ്റെ മണി പ്ലാന്റുകളെല്ലാം ഞാൻ ഹാങ് ചെയ്തിരിക്കുകയാണ് കൂടുതലും. ഇതെല്ലാം നല്ല പുഷ്ടിയോടുകൂടി നിൽക്കുന്നു. മാർബിളാണ്. ഇതും അതെ, മാർബിളാണ്. ഇത് മറ്റൊരു തരം മണി പ്ലാന്റുകളാണ്. ഞാൻ പേരൊന്നും പറയാനായിട്ട് മെനക്കെടുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇവയ്ക്കെല്ലാത്തിനും വരുന്ന ഒരു പ്രധാന വേനൽക്കാല ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോകുന്നു. കണ്ടോ. അപ്പോൾ അതിനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കരിഞ്ഞു പോകുന്ന ഇലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടി, ഇലകളിലും വെള്ളം തളിക്കുന്നു. മനസ്സിലായോ? ഇലകളിലും വെള്ളം തളിക്കുന്നു. ഇത് ഹാങ് ചെയ്ത ഒരു പോട്ടിൽ നിന്നും താഴേക്ക് വന്നിരിക്കുന്ന മാർബിളാണ്. ഇതെൻ്റെ സിറ്റ് ഔട്ടിലെ പില്ലറിൽ വളർത്തിയിരിക്കുന്നതാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഗ്രഭാഗം, ഇലകളുടെ അഗ്രഭാഗം കരിഞ്ഞു പോകുന്നു. അതിനെ ഞാൻ സാധാരണ പൊട്ടിച്ച് കളയും. ആ ഇലകൾ വേണ്ട എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇലകൾ പഴുത്തു പോകുന്നു. കണ്ടോ, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും പരിചരിച്ച് വളർത്തിയിട്ട് അവയെല്ലാം കരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ സങ്കടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഒരു വള്ളി കരിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മണി പ്ലാന്റുകൾക്ക് എന്നും വെള്ളമൊഴിക്കുക. വെള്ളമൊഴിക്കുന്നതോടൊപ്പം തന്നെ അവയുടെ ഇലകളും നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലകളിൽ കുറച്ച് ഈർപ്പം പറ്റി നിന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് ഈ വരുന്ന ചൂടിനെ താങ്ങി നിർത്താൻ കഴിയും. ഓക്കെ, ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്തിരിക്കുന്ന മണി പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊരു ചെറിയ അറിവായി പരിഗണിക്കുക. കണ്ടോ, ഇതെല്ലാം കരിഞ്ഞു പോവുകയാണ് ഇലകളെല്ലാം. വെള്ളമൊഴിച്ച് നല്ലവണ്ണം സംരക്ഷിച്ചു എങ്കിൽ പോലും ഇലകൾ കരിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ഇലകളിലും കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നമുക്ക് വേനൽക്കാലം കഴിഞ്ഞാലും നമ്മുടെ മണി പ്ലാന്റുകളെല്ലാം നല്ല പുഷ്ടിയോടുകൂടി തന്നെ നിൽക്കും.
സോ ഐ ആം വൈൻഡിങ് അപ്പ്. താങ്ക് യു. നിങ്ങൾക്കതൊരു അറിവായിട്ട് തോന്നുന്നുവെങ്കിൽ പ്ലീസ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്ന നമ്മുടെ ചെടികളെല്ലാം നല്ലവണ്ണം നിൽക്കുവാൻ വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.